എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ദേശീയ തലത്തിലായിക്കോട്ടെ പ്രധാനപ്പെട്ട ചില കായിക സംഘടനകളും അതിന്റെ ചില തലവന്മാരെ പറ്റിയുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് HSA നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 2 വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഈ റാങ്ക് ഫെയിൽ അവൈലബിൾ ആണ്. 2025-26 എന്ന് പറയുന്നത് പൊതുവേ എക്സാമിൻ്റെ ഒരു കാലമാണ്. അതായത് ഒരുപാട് എക്സാമുകൾ നടക്കാനുണ്ട്, ഒരുപാട് എക്സാം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. പ്രധാനമായിട്ടും HSA എക്സാമുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ ബെവ്കോ LDC, ഇങ്ങനെ ഒരുപാട് എക്സാംസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള കായിക സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് പലർക്കും ഒരു സംശയം വരും. അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു, എന്നിട്ട് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തോമസ് ബാച്ചിനെ തന്നെയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാറിയില്ലേ എന്ന് പലർക്കും സംശയം വരും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇലക്ഷനെ കഴിഞ്ഞിട്ടുള്ളൂ, എന്ത് ചെയ്തിട്ടില്ല, സ്ഥാനമേറ്റിട്ടില്ല. അപ്പോൾ നിലവിൽ ആര് തന്നെയാണ് പ്രസിഡന്റ്? തോമസ് ബാച്ച് തന്നെയാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. ഇദ്ദേഹത്തിന്റെ കാലാവധി 2025 ജൂൺ വരെയാണ്. അതായത് ജൂൺ 23 അല്ലെങ്കിൽ അതിനുശേഷമോ മാത്രമേ ആര് സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ? ക്രിസ്റ്റി കവൻട്രി സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ. അപ്പൊ അതുവരെ ആര് തന്നെയാണ്? തോമസ് ബാച്ച് തന്നെയാണ്. വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൂടി ഓർത്തു വയ്ക്കാം, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 9ാമത്തെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാച്ച്. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ എത്രാമത്തെ? 9ാമത്തെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാച്ച് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറയുന്ന സമയത്ത് തന്നെ ഇത് രൂപീകരിച്ച വർഷം എന്താണ്? 1894. ആസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ലൊസാനാണ്. ആസ്ഥാനം എവിടെയാണ്? ലൊസാനാണ്. അപ്പോൾ അതുകൂടി വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതിന് പുറമെ തന്നെ നമ്മുടെ തോമസ് ബാച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഒളിമ്പിക് മെഡലിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന തോമസ് ബാച്ച് തന്നെയാണ്. അദ്ദേഹം ഫെൻസിംഗ് താരമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ത് ചെയ്യും? ഈ ഒരു ജൂണിൽ കഴിയും. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെപ്പറ്റിയും കൂടെ എന്ത് ചെയ്യണം? ഒന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത്തെ പ്രസിഡന്റ് ഏതാണ്? 10ാമത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്രിസ്റ്റി കവൻട്രി ആണ്. ഇനി ക്രിസ്റ്റി കവൻട്രിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സിംബാബ്വൻ നീന്തൽ താരമാണ്. ആരെന്ന് പറയുന്നത്? ക്രിസ്റ്റി കവൻട്രി. സിംബാബ്വയ്ക്ക് വേണ്ടിയിട്ട് 7 ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ സിംബാബ്വയ്ക്ക് വേണ്ടിയിട്ട് 7 ഒളിമ്പിക് മെഡലുകൾ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത്. അതായത് അതിൽ 2 ഗോൾഡ് മെഡലുകൾ, അതുപോലെ തന്നെ 4 സിൽവർ മെഡലുകൾ, അതുപോലെ തന്നെ എന്താണ് വെങ്കല മെഡൽ. ഇങ്ങനെ ആകെ 7 മെഡലുകൾ സിംബാബ്വെക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിംബാബ്വെ ഒളിമ്പിക്സിലാകെ 8 മെഡൽ എന്ത് ചെയ്തിട്ടുള്ളൂ? നേടിയിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ്? ഒളിമ്പിക്സിൽ 8 മെഡലുകളാണ് സിംബാബ്വെ ഇതുവരെ നേടിയിട്ടുള്ളത്. അതിൽ 7 നേടിയത് ആര് തന്നെയാണ്? ഈ പറയുന്ന ക്രിസ്റ്റി കവൻട്രി തന്നെയാണ്. ഏതാണ് ഇവന്റ് എന്ന് പറയുന്നത്? നീന്തലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സിംബാബ്വെ 7 മെഡൽ കവൻട്രി നേടിയെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിംബാബ്വെയുടെ ശേഷിക്കുന്ന ഒരു ഒളിമ്പിക് മെഡൽ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ആണ്. അത് ഏത് ഈവന്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വുമൺസ് ഹോക്കിയിലാണ്. 1980 വുമൺസ് ഹോക്കിയിലാണ് സിംബാബ്വെ എന്ത് ചെയ്തത്? ആ ഒരു ശേഷിക്കുന്ന ഗോൾഡ് മെഡൽ നേടിയത്. ഇതേ 1980 മോസ്കോ ഒളിമ്പിക്സിൽ തന്നെയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം അവസാനമായിട്ട് ഒരു സ്വർണം നേടിയെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ക്രിസ്റ്റി കവൻട്രിയെ പറ്റി പറഞ്ഞു. എന്താണ്? സിംബാബ്വൻ നീന്തൽ താരമാണെന്ന് ആരെന്ന് പറയുന്നത്? ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത്. ഇനി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വനിത, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി, ഇതൊക്കെ ആര് തന്നെയാണ്? ക്രിസ്റ്റി കവൻട്രി തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ക്രിസ്റ്റി കവൻട്രി 2004 അതുപോലെ തന്നെ 2008 ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കായിക സംഘടനകൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോ അല്ലെങ്കിൽ കേരള ഒളിമ്പിക് അസോസിയേഷനോ ഒക്കെ ആയിരിക്കും. ഇവരുടെ തലവന്മാരെ ചോദിക്കാനാണ് ചാൻസ്. കാരണം ഇത് മൂന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് PT ഉഷയാണ്. 2 പ്രത്യേകതകൾ. ഒന്നെന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് എത്തുന്ന ആദ്യത്തെ വനിത ആരാണ്?
ആരാണ്? അത് PT ഉഷ. അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വനിത ആരാണ്? PT ഉഷയാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് എത്തുന്ന ആദ്യത്തെ മലയാളി, അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മലയാളി, അതും ആര് തന്നെയാണ്? PT ഉഷ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇനി അടുത്തത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്, ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ചതും കൂടിയാണ്. അത് വി സുനിൽകുമാർ ആണ്. ഇതാണ് വി സുനിൽകുമാർ ആണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു? ഒരു യു ഷറഫ് അലി ഉണ്ടായിരുന്നു. ഇതാണ് ഷറഫ് അലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഷറഫ് അലി എന്ന് പറയുന്നത് എന്തിന്റെ പ്രസിഡന്റ് ആണ്? അദ്ദേഹം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. ആരെന്ന് പറയുന്നത്? ഷറഫ് അലി. സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ വി സുനിൽകുമാർ ആണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആവുമ്പോൾ PT ഉഷയാണ്. ഇനി നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ആരാണ്? തോമസ് ബാച്ച് ആണ് നിലവിൽ. അദ്ദേഹത്തിന്റെ കാലാവധി എന്ത് ചെയ്യും? 2025 ജൂൺ 23 എന്ത് ചെയ്യും? കഴിയും. ആ സമയത്ത് ക്രിസ്റ്റി കമന്ററി എന്ത് ചെയ്യും? സ്ഥാനമേൽക്കും. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നോക്കാനുള്ള സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ICC ആണ്. നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിനൊക്കെ വേണ്ടിയുള്ള സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ICC എന്ന് പറയുന്നത്. 1909 ഈ ഒരു സംഘടന രൂപീകരിച്ചത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ദുബായിയാണ്. അപ്പോൾ ഈ ഒരു ICCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ICCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് ജയ്ഷാ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഈ ഒരു സ്ഥാനത്തെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ്. ആരെന്ന് പറയുന്നത്? ജയ്ഷാ. അപ്പോൾ ICCയുടെ ചെയർമാൻ ആകുന്ന എത്രാമത്തെ? 5ാമത്തെ ഇന്ത്യക്കാരനാണ് ജയ്ഷാ. ഇനി അതിനു പുറമെ തന്നെ ICCയുടെ ചെയർമാൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? ജയ്ഷാ തന്നെയാണ്. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഈ സ്ഥാനത്തെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ്. രണ്ട്, ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ജയ്ഷാ. അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ICC പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ BCCIയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ BCCI എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? BCCI ആണ്. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? റോജർ ബിന്നി. ആരാണ്? റോജർ ബിന്നിയാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക. റോജർ ബിന്നിയാണ് നിലവിലെ BCCIയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി സെക്രട്ടറി ആണെങ്കിൽ ദേവജിത് സൈക്കിയാണ്. ആരാണ്? ദേവജിത് സൈക്കിയാണ്. സോ ആ ഒരു പേരും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ICC ചെയർമാൻ ആണ് ജയ്ഷാ, BCCI പ്രസിഡന്റ് റോജർ ബിന്നി, BCCIയുടെ സെക്രട്ടറി ആരാണ്? ദേവജിത് സൈക്കിയാണ്. അപ്പോൾ അത് കൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത് നോക്കാനുള്ളത് ഫിഫയാണ്. ഫിഫ രൂപീകരിച്ചത് 1904 അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സൂറിച്ച് ആണ്. ഇത്രയും ആദ്യമേ തന്നെ ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ ഫിഫ രൂപീകരിച്ചത് 1904, ആസ്ഥാനം സൂറിച്ച്. നിലവിലെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയാനി ഇൻഫാന്റിനോ. ആരാണ്? ജിയാനി ഇൻഫാന്റിനോയാണ് നിലവിലെ എന്തിന്റെ? ഫിഫയുടെ പ്രസിഡന്റ്. അപ്പോൾ ഫിഫ പറഞ്ഞേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? AIFF എന്നാണ്. AIFFന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അത് കല്യാൺ ചൗബെ. ആരാണ്? കല്യാൺ ചൗബെയാണ് നിലവിലെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ ഇഷ്യൂകളൊക്കെ അടുത്തിടയ്ക്ക് നടക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യുന്നു? ഇതിനു മുൻപ് അദ്ദേഹത്തിനെതിരെ ഇലക്ഷൻ എന്ന വ്യക്തി തന്നെ അദ്ദേഹത്തെ പറ്റി പറയുകയാണ്. അതായത് 2022 AIFFന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ നടന്നത്. അതിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിട്ടുള്ള ബൈചുങ് ബൂട്ടിയാണ്. സോ അദ്ദേഹം അടുത്തിടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഓർത്തിരിക്കുക, നിലവിലെ AIFFന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? അത് കല്യാൺ ചൗബെയാണ്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ രൂപീകരിച്ചത് 1924. അതായത് ഒരുപാട് കായിക സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1924 രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഘടനകളിൽ ഒന്നാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഫിഡെ, അതായത് ചെസ്സിന് വേണ്ടിയിട്ടുള്ള സംഘടനയായ ഫിഡെയൊക്കെ 1924. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ 100ാം വാർഷികം 2024. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷനിലേക്ക് വരികയാണെങ്കിൽ 1924 രൂപീകരിച്ചു. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലൊസാനാണ്. ഇവിടെയാണ്, ലൊസാനാണ് ആസ്ഥാനം. ഇനി ആരാണ് അതിന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തയ്യാ ബിക്രം. ആരാണ്? തയ്യാ ബിക്രമാണ് നിലവിലെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ എന്തെന്ന് പറയുന്നത്? പ്രസിഡന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ ഹോക്കി എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി സംഘടന. ഏതാണ്? ഹോക്കി ഇന്ത്യ അല്ലെ? ഹോക്കി ഇന്ത്യ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഹോക്കിക്ക് വേണ്ടിയുള്ള സംഘടന എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ദിലീപ് ടിർക്കി. ആരാണ്? ദിലീപ് ടിർക്കിയാണ് നിലവിലെ ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ അതുകൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വേൾഡ് അത്ലറ്റിക്സിന്റെ പ്രസിഡന്റ് എന്നാണ്. വേൾഡ് അത്ലറ്റിക്സിന്റെ പ്രസിഡന്റ് അത് സെബാസ്റ്റ്യൻ കോ. ആരാണ്? സെബാസ്റ്റ്യൻ കോയാണ്. അതായത് മൊണോക്കോ ആസ്ഥാനമായ സംഘടനയാണ് എന്തെന്ന് പറയുന്നത് വേൾഡ് അത്ലറ്റിക്സ്. 1912 എന്ത് ചെയ്തത്? ഈ ഒരു സംഘടന രൂപീകരിച്ചത്. അപ്പോൾ വേൾഡ് അത്ലറ്റിക്സിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കോയാണ്. ഇത് 1912 രൂപീകരിച്ചത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? മൊണോക്കോയാണ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് ഇതിന്റെ പേര് ഇങ്ങനെയായിരുന്നില്ല. അതായത് ഇങ്ങനെയല്ല ഈ ഒരു സംഘടന അറിയപ്പെട്ടിരുന്നത്.
ഇപ്പോഴാണ് ഈ സംഘടന വേൾഡ് അത്ലറ്റിക്സ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം അറിയപ്പെടുന്ന ആ ഒരു പേര് എന്താണ്? അതായത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ എന്നാണ് മുൻപ് അറിയപ്പെടുന്നത്. സോ അതുകൂടി ഓർക്കുക. 1912 രൂപീകരിച്ചത്. സെബാസ്റ്റ്യൻ കോയാണ് എന്ത് ചെയ്യുന്നത് നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ, നമ്മുടെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അതിനൊപ്പം എന്ത് ചെയ്യണം? വൈസ് പ്രസിഡന്റിനെ കൂടി അറിഞ്ഞു വെച്ചിരിക്കണം. കാരണം വൈസ് പ്രസിഡന്റ് ഒരു മലയാളിയാണ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജു ബോബി ജോർജ് ആണ് നിലവിലെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ എന്തെന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ്. അത് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞു വെച്ചിരിക്കണം. ഇനി അതിനൊപ്പം പ്രസിഡന്റിനെ കൂടി. പ്രസിഡന്റ് ആരാണ്? ബഹാദൂർ സിംഗ് സാഗു. ആരാണ്? ബഹാദൂർ സിംഗ് സാഗു ആണ് നിലവിലെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ചില കായിക സംഘടനകളും അതിന്റെ തലവന്മാരെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.